തോപ്പൽ താൻ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസ്റ്റർ ആണ്. അപ്പോൾ എല്ലാവരും പോലെ തന്നെ നമ്മൾ കുഞ്ഞായിട്ടൊന്ന് ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അറിയാത്ത പണിയായിരുന്നു പൊറോട്ട. എന്നാലും ഒരുവിധം ഒപ്പിച്ച് ഞാനൊരു പൊറോട്ട സെറ്റ് ചെയ്തു. പൊറോട്ടയുടെ മാവ് ഏതാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഈ ഒരു മാവ് വെച്ചിട്ടാണ് ഞാൻ പൊറോട്ടയ്ക്കുള്ളത് സെറ്റ് ചെയ്തത്. ബട്ട് പൊറോട്ട വൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ. വാട്ട് എവർ ഇറ്റ് ഈസ്, പൊറോട്ട മേക്കിംഗ് ഭയങ്കര ഫണ്ണി ആയിരുന്നു ഇവിടെ. ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ പൊറോട്ട ലുക്ക്. പൊറോട്ട പോയിട്ടൊരു ചപ്പാത്തി പോലും ആവാത്ത ഒരു തരം സാധനം. എന്നാലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചേട്ടോ. ഇത് ബീഫ് കറി ആൻഡ് ബീഫ് ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു. അത് ഗോബുജിയാണ് ഉണ്ടാക്കിയത്. സോ അത് നല്ല പക്കയായിരുന്നു. സോ നമ്മൾ അതൊക്കെ കഴിച്ച് ഒന്ന് ഒരുവിധം ഒപ്പിച്ചങ്ങ് കഴിച്ചു. ദെൻ നമ്മളൊരു വാക്കിന് പോയി എല്ലാവരും കൂടി. ഒരുപാടായി ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തൊക്കെ പോയിട്ടോ. സോ അതൊരു നല്ല രസമായിരുന്നു. എന്ത് ഭംഗിയല്ലേ കാണാൻ. അതാ ചീറി തന്നെ. ഇത് നമ്മളിവിടെ മരത്തിൽ കണ്ട ഒരു കായാണ് കേട്ടോ. അതിനൊരു പ്രത്യേകത ഒന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ചല്ലോ ഇത് പുല്ല് വെട്ടിക്കഴിഞ്ഞുള്ള ഒരു ഗ്രാസ് ലാൻഡാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അടിച്ചോണ്ടേ ഇരിക്കണല്ലേ. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. വിൻ്റർ തീർന്നതോടുകൂടി നമുക്കിവിടെ ഇരുട്ടാവണമെങ്കിൽ ഒരു 8-8:30 മണിയൊക്കെ കൂടി ആയാലേ സൺസെറ്റ് ആവുള്ളൂ. സോ നമ്മൾ അത്രയും നേരം അവിടെ അങ്ങനെ ചില്ല് ചെയ്തു, പുറത്ത് കുറേ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഫണ്ണി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.